100ാമത്തെ എൻ്റെ സിനിമ ആയതുകൊണ്ട് ഉള്ള സുഖമല്ല. ആദ്യത്തെ സിനിമയിൽ അഭിനയിച്ച അതേ നായകൻ 100ാമത്തെ സിനിമയിലും അഭിനയിക്കുന്നു എന്നുള്ളത് ലോക ചരിത്രത്തിൽ ആദ്യം, സിനിമാ ചരിത്രത്തിൽ. അപ്പോൾ എന്താ എൻ്റെ സുഖം എന്ന് വെച്ചാൽ ഈ റെക്കോർഡ് ഒരു കാലത്തും തിരുത്തി എഴുതപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ ഒരു റെക്കോർഡോടുകൂടിയാണ് നമ്മൾ 100ാമത്തെ സിനിമ ചെയ്യുന്നത്. സിനിമ നല്ലതോ ചീത്തയോ ജനങ്ങൾ തീരുമാനിക്കണം. പക്ഷേ ഈ സിനിമ എന്താണെന്ന് അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. ഒരു വാക്ക് ഇറ്റ് വിൽ ബി എ വെരി ഗുഡ് എൻ്റർടൈനർ വിത്ത് മ്യൂസിക് ആൻഡ് ഡ്രാമ. ആക്ഷൻ ഇല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ. അതോടെ ആഡ് ചെയ്തു. അല്ല, അത് ആഡ് ചെയ്തെന്ന് വെച്ചാൽ ഒരു മോഹൻലാൽ സിനിമ ഇരുന്ന് ആക്ഷൻ തീർച്ചയായിട്ടും ഫാൻസുകാരും കുടുംബക്കാരും ഒക്കെ പ്രതീക്ഷിക്കും. പക്ഷേ എൻ്റെ മനസ്സിലുള്ള കുടുംബങ്ങളും കുട്ടികളും ഫാൻസുകാർക്കും എല്ലാം ദഹിക്കുന്ന ഒരു സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. ആ ആഗ്രഹം വെച്ചിട്ടാണ് ഈ സിനിമ അങ്ങോട്ട് ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. ബാക്കി ഈശ്വരൻ്റെ കയ്യിൽ. എനിക്കും ആസ് എ ഫ്രണ്ട്, ആസ് ആൻ ആക്ടർ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. കാര്യം പ്രിയൻ പറഞ്ഞ പോലെ ഇത് മുൻഷിൻ്റെ ബ്ലൂ മൂൺ പോലും ഇല്ല. ബ്ലൂ മൂൺ പോലും അല്ല. ബ്ലൂ മൂണുകൾ ഒരുപാട് വന്നിട്ടുണ്ട്, അപ്പോൾ പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ഈശ്വരൻ, നമ്മൾ രണ്ടാളും ഭഗവാനോട് നന്ദി പറയുക ഇങ്ങനൊരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായത്. അല്ല, വേറെ ഒരു ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഇല്ല. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ സാധനം ഉണ്ടായിട്ടുണ്ട്. ചിരഞ്ജീവിയുടെ 100ാമത്തെ സിനിമ ഡയറക്റ്റ് ചെയ്ത് കെ ബാലേന്ദ്ര സാറാണ്. പക്ഷേ അതെ, പക്ഷേ ബാലേന്ദ്ര സാറിൻ്റെ 100ാമത്തെ സിനിമ ചിരഞ്ജീവി വെച്ചല്ല. അവർ അങ്ങനെ ഒരുമിച്ചൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ നമ്മുടെ ഇതിൽ പ്രിയൻ തുടങ്ങിയ സിനിമയിലെ നായകൻ ഞാനാണ്. അതെ, 100ാമത്തെ സിനിമയിലെ നായകൻ ഞാൻ എഴുതി തുടങ്ങിയ സിനിമയിലെ നായകൻ ലാലാണ്. ഇനി എഴുതാൻ പോകുന്ന കഥകളിലെ ചില നായകൻ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ ആവണമല്ലോ. അപ്പോൾ എന്തായാലും പ്രിയൻ പറഞ്ഞ പോലെ വളരെയധികം സന്തോഷം. അത് എന്താ പറയുക, നമ്മുടെ സിനിമകൾ കണ്ട് നമ്മളെ പ്രോത്സാഹിപ്പിച്ച ആളുകൾക്ക് ഒരു വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ ഇത്രയും സംസാരിക്കും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളിലൂടെയാണ് ഞാൻ പോകുന്നത്. കാരണം ഞാൻ വന്ന കാലം മുതൽ മോഹൻലാൽ സാറിനെയും പ്രിയൻ സാറിനെയും ഒരുപോലെ കാണുന്നതാണ്. ആ യാത്രയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നതാണ്. ആശീർവാദ് സിനിമാസ് മോഹൻലാൽ സാറിനെ വെച്ച് ഇത്രയും സിനിമകൾ ചെയ്തു. പ്രിയദർശൻ സാറിൻ്റെയും ലാൽ സാറിൻ്റെയും 100ാമത് ചിത്രം, അത് ഒരു മലയാളിയുടെ ഒരു ഭാഗ്യമാണ് അങ്ങനെ ഒരു ചിത്രം കാണാൻ സാധിക്കുന്നത്. ആ ഭാഗ്യം എന്ന് പറയുന്നതിനേക്കാൾ വേറെ ഭാഗ്യമാണ് ആ 100ാം ചിത്രം നിർമ്മിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാം ഭാഗ്യമായി കാണുന്നു, അനുഗ്രഹമായി കാണുന്നു. ഈ കൂട്ടുകെട്ട്, ഈ യാത്രയിൽ ഒന്ന് ചേർന്ന് യാത്ര ചെയ്യാൻ പറ്റിയത് ഭാഗ്യമായി കാണുന്നു. ആശീർവാദ് സിനിമാസ് നിർമ്മിക്കുന്ന ഈ 100ാം ചിത്രത്തിൻ്റെ കോ പ്രൊഡ്യൂസറായിട്ട് ബിനു ജോർജ് അലക്സാണ്ടറും എൻ്റെ കൂടെ സഹകരിക്കുന്നുണ്ട്. അദ്ദേഹത്തെ 39ാമത്തെ ചിത്രമാണ് ആശീർവാദ് സിനിമാസ്. സിനിമ തിയേറ്ററിൽ കണ്ട ഫസ്റ്റ് പടം കിലുക്കമാണ്. ആ രണ്ട് ലെജൻസിൻ്റെ കൂടെ ചേരാൻ പറ്റുക എന്ന് തന്നെ വൺ ഓഫ് ഇത് ജസ്റ്റ് വാൾട്ട് ഡിസ്നി പറഞ്ഞ ഒരു കോട്ടുണ്ട്, ഫോളോ യുവർ ഡ്രീംസ് ബട്ട് ഹാവ് ദ കറേജ് ടു പെർസ്യൂ ദം. അതിൻ്റെ ഏറ്റവും വലിയ പ്രൂഫാണ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് 2026 തന്നെ ഷൂട്ടിംഗ് തുടങ്ങുന്ന ചിത്രമാണ്. അപ്പോൾ അതും ഈ സമയത്ത് പറയുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങൾക്ക് എല്ലാവർക്കും വേണം. അതിയായ സന്തോഷവും സ്നേഹവും പറഞ്ഞ പോലെ സിനിമയുടെ ഗുണഗണങ്ങളൊക്കെ സിനിമ കഴിഞ്ഞിട്ട് പറയാം. അതെ, എന്തായാലും നല്ലൊരു സിനിമയായി മാറട്ടെ എന്ന് നമുക്ക് എനിക്ക് ഒരുപാട് സന്തോഷം. വിനു, ഒരുപാട് സന്തോഷം. താങ്ക് യു.